ഹലോ ഗൈസ്, എനിക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടൊന്ന് അപ്പോൾ ഒരു 1/2 കിലോ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കാശ്മീരി മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇതിനെ മിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഇതിനെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഉരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തിരിച്ചും മറിച്ചും ഇളക്കിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 1/4 ഭാഗം റോസ്റ്റായി വന്നാൽ മതി. അതിനുശേഷം നമുക്ക് ഈ ചെമ്മീനെ ഒരു പ്ലേറ്റിലിട്ട് മാറ്റാം. ഇപ്പോൾ 1/4 ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇതേ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യണത്. ഇതൊന്ന് അരിച്ചിട്ട് ഒരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലോട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ നമുക്കിതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു തക്കാളിയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തക്കാളിയുടെയൊക്കെ ഒരു പച്ചക്കുത്തുണ്ട്, അതൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി നമ്മുടെ ചെമ്മീൻ ഒന്ന് വേവാനുണ്ട്. നമ്മൾ 1/4 ഭാഗം മാത്രമേ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുള്ളൂ. ഇനി കുറച്ച് ഭാഗം കൂടി ഇതിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കൊക്കെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മളിതിലോട്ട് കുടംപുളി ചേർക്കുന്നത് ചെമ്മീനൊരു മധുരമുണ്ട്. ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുടംപുളി ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ, താങ്ക് യു.